അട്ടപ്പാടി ചുരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള യമുത്തു അട്ടപ്പാടി ആർട്ട് ക്യാമ്പയിനിങ്ങിന് തുടക്കമായി. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം ചിത്രങ്ങളായി ചുരത്തിലെ പാറകളിൽ അതിമനോഹരമായി വരച്ചിടുകയാണ് യമുത്തു അട്ടപ്പാടി പദ്ധതി. കാട്ടുതീ പ്രതിരോധ സേന, നേച്ചർ ഗാർഡ് ഇനിഷ്യേറ്റീവ്, ആസ്പിറേഷൻ ബ്ലോക്ക് തുടങ്ങിയ കൂട്ടായ്മകളിലെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് പദ്ധതിയുടെ പിന്നിൽ. അട്ടപ്പാടി ചുരത്തിൽ നിലവിൽ 10 സ്ഥലങ്ങളാണ് ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. ചുരത്തിലൂടെയുള്ള യാത്രക്കാർക്ക് പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും പ്രകൃതിയുടെ പ്രാധാന്യം പുതുതലമുറയിലേക്ക് പകരാനുമാണ് യമുത്തു അട്ടപ്പാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാട്ടുതീ പ്രതിരോധ സേനയുടെ പ്രസിഡന്റായ ഉണ്ണി വരദമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പദ്ധതികൾ ഈ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായി വനത്തിൽ ബ്രഷ് വുഡ് തടയണകൾ നിർമ്മിച്ചു. വനത്തിൽ വിത്തുണ്ട വിതറിയും ആനകളുടെ തീറ്റ കാട്ടിൽ കൃഷി ചെയ്തുമുള്ള പദ്ധതികൾ നേരത്തെ നടപ്പാക്കിയതാണ്. ഇന്നിവിടെ ഈ ചുരത്തിൽ ഇപ്പോൾ NGA ഉണ്ട്, കാട്ടുതീ ജനകീയ പ്രതിരോധ, മറ്റ് കുറേ NGOകളൊക്കെ കൂടി ചേർന്നിട്ട് ഇവിടെ സ്ഥിരമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നത് പെറുക്കിയെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചുരത്തിൽ ഈ കൊണ്ട് തള്ളുന്ന മാലിന്യങ്ങൾ കുറച്ച് ഭംഗിയാക്കി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടാൽ ഇനി തള്ളാൻ കുറച്ചൊരു മടി കാണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ നാച്ചുറായിട്ട് ഇത് നിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതിനെ അനുയോജ്യമായ പെയിൻറ്റുകളും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാത്രം ഒന്ന് ആർട്ട് വർക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരിക്കുന്ന സുബൈർ സാറിൻ്റെ ഐഡിയ ആണ് സത്യത്തിൽ തുടക്കം. അത് പിന്നീട് വർക്കൗട്ട് ചെയ്ത് വിവിധ ഒരുപാട് NGOകൾ മുന്നോട്ട് വരുന്നുണ്ട്. DFO നമ്മുടെ ലത്തീഫ് സാറാണെന്ന് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു തുടക്കമാണ്. ഇനി ഈ കോളേജ് ക്യാമ്പസിലുള്ള കുട്ടികൾക്കും മറ്റ് സംഘടനകൾക്കും എല്ലാവർക്കും ഇവിടെ വന്ന് ഓരോ പാറകളെ ഏറ്റെടുത്ത് 8 പാറകളെ ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അതേപോലെ 10ാം വളവിൽ നല്ലൊരു ഇരിപ്പിടം ചെയ്യാൻ വേണ്ടിയിട്ട് പല സംഘടനകളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് നമ്മളാണ് ഇത് കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ 100-100 ചില്ലാം ബാഗുകൾ ആണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചത്. ഇത് മുഴുവൻ പുറമേ നിന്ന് വരുന്നത് തന്നെയാണ്. ഇവിടെ പോകുന്ന ആളുകൾ ഇവിടെ തള്ളിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ സൗന്ദര്യവൽക്കരണത്തിൽ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഉണ്ടായാൽ ഇത് ഭംഗി മൂലം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും. പദ്ധതിയുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് DFO C അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N സുബൈർ അധ്യക്ഷത വഹിച്ചു. തത്തമംഗലം സ്വദേശി പ്രമോദ് പള്ളിയാലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഉണ്ണി വരദം, VP ദിനേശ്, VP അനിത, മുകുന്ദൻ നിലമ്പൂർ, OP ഷാജിദ, KV വിനോജ്, A നൌഷാദ്, ദിനേശ് നിലമ്പൂർ, കാസിം തച്ചമ്പാറ തുടങ്ങിയവരാണ് കൂട്ടായ്മയിലുള്ളത്. മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ CM മുഹമ്മദ് അഷ്റഫ്, സുബൈർ, SFO T ഫിറോസ് ബാബു, RRT അംഗം നിതിൻ തുടങ്ങിയവരും പങ്കാളികളായി. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.